ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ, അതുപോലെ അംഗരാജൻ കർണൻ്റെ രംഗപ്രവേശനവും ദ്രോണാചാര്യരുമൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന് ഒരുപാട് പ്രാധാന്യം കൊണ്ടുവരുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മുഖവിരകളുടെ ആവശ്യമില്ല, നമുക്ക് കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 15ാമത്തെ എപ്പിസോഡ് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. മൂർച്ചയുടെ തിളക്കമേറിയ ആ ശരങ്ങളിൽ ഒരു ദിവ്യ തേജസ് പോലെയായിരുന്നു മഹാമയനായ ഭീഷ്മർ ആ യുദ്ധഭൂമിയിൽ കിടന്നിരുന്നത്. ശരശയ്യയിൽ കിടന്നിരുന്ന ഭീഷ്മരെ കാണാനായി അവിടെ ഉണ്ടായിരുന്ന എല്ലാ ക്ഷത്രിയന്മാരും മുന്നിലെത്തി. ആ കിടപ്പ് കണ്ടിട്ട്, ആ മഹായോദ്ധാവിനെ കണ്ടിട്ട് എല്ലാവരും അവരുടെ ആയുധങ്ങൾ നിലത്ത് വെച്ച് അദ്ദേഹത്തിന് മുന്നിൽ ബഹുമാന പുരസരം ഒരു മുട്ടുമടക്കി നിലത്തിരുന്നു. ഇവരെ എല്ലാം കണ്ടുടനെ തന്നെ ഭീഷ്മർ ഉറക്കെ പറഞ്ഞു, വീരന്മാരെ, എണീച്ചാലും എൻ്റെ അടുത്തേക്ക് വന്നാലും നിങ്ങളെല്ലാവരും അതിശക്തരായിട്ടുള്ള യോദ്ധാക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞു. ഇവർക്കൊരത്ഭുതം, ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരുവിധ ഭയമോ വേദനയോ ദുഃഖമോ ഒന്നും കാണാനില്ല. ശാന്തമായ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോയി എല്ലാവരും കൂപ്പുകയോടുകൂടി നിൽക്കുന്നു. ദ്രോണാചാര്യരൊരു ജഡാവസ്ഥ, യാതൊരുവിധ വികാരങ്ങളുമില്ല മുഖത്ത്. മറ്റുള്ളവരൊക്കെ ആകട്ടെ വിഷമിച്ച് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വീരന്മാരായിട്ടുള്ള ക്ഷത്രിയന്മാരെല്ലാവരും ഇപ്പോൾ കൊച്ചു കുട്ടികളെപ്പോലെ ഭീഷ്മരുടെ മുന്നിൽ നിൽക്കുന്നു. ഭീഷ്മർ പറഞ്ഞു, എനിക്കൊരു തലയണ വേണം, എനിക്ക് ആരെങ്കിലും ഒരു തലയണ കൊണ്ട് തന്നാലും എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ക്ഷത്രിയരെല്ലാവരും ഭീഷ്മരുടെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് അവിടെ നിന്ന് തങ്ങളുടെ രഥങ്ങളിലേക്കും ക്യാമ്പുകളിലേക്കും എല്ലാം ഓടിപ്പോയി പട്ടുകൊണ്ടുണ്ടാക്കിയ നല്ല പഞ്ഞി പോലത്തെ തലയണകൾ കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, മഹാമയനെ ഇതാ എന്ന് പറഞ്ഞു. അദ്ദേഹം അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ശരങ്ങൾ കൊണ്ട് തീർത്ത ഈ വീരശയ്യയിൽ കിടക്കുന്ന എനിക്ക് ഈ പട്ടുകൊണ്ടുണ്ടാക്കിയ തലയണകളോ, ഇതെനിക്ക് അനുയോജ്യമല്ല. ഈ ശയ്യയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു തലയണ തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ചുറ്റിനും നോക്കിയപ്പോൾ അർജുനനെ കണ്ടു. അദ്ദേഹം വിളിച്ചു, മോനെ അർജുന, അപ്പൂപ്പൻ്റെ അടുത്തേക്ക് വാ എന്ന്. എല്ലാവരും അർജുനൻ്റെ മുഖത്തേക്ക് നോക്കി. നേരത്തെ പോർവറിയിൽ അലറി വിളിക്കുകയും അട്ടഹസിക്കുകയും ചെയ്തുകൊണ്ട് ഗാന്ധീപത്തിൻ്റെ ഞാണൊളികൾ കേൾപ്പിച്ചുകൊണ്ടിരുന്ന അർജുനൻ്റെ മുഖം ഇപ്പോൾ കരഞ്ഞ് 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 ഊതി പെരുവിയിരിക്കുന്നൊരവസ്ഥ. കണ്ണൊക്കെ ചുവന്നിരിക്കുന്നു, കണ്ണുനീരിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, പിതാമഹ, അങ്ങൻ്റെ എല്ലാമാണ് എന്നോട് ആജ്ഞാപിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? പിതാമഹൻ പറഞ്ഞു, മോനെ, അപ്പൂപ്പൻ്റെ തല ഭയങ്കര വേദനയടാ. തല ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോഴേ ഭയങ്കര വേദന. തലയ്ക്കൊന്നൊരു താങ്ങ് വേണം, ഒരു സപ്പോർട്ട് വേണം. അതിനെനിക്കൊരു നല്ല അനുയോജ്യമായിട്ടുള്ള തലയണതാ. എനിക്ക് അനുയോജ്യമായിട്ടുള്ള തലയണ എന്തെന്ന് നിനക്കറിയാം, അതെനിക്ക് തരാൻ പറഞ്ഞു. അർജുനൻ കരഞ്ഞുകൊണ്ട് രഥത്തിലേക്ക് പോയി തൻ്റെ ശക്തമായ ഗാന്ധീപം എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് 3 അസ്ത്രങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ 3 അസ്ത്രങ്ങൾ കുറുകെ എയ്തുകൊണ്ട് ഒരു തലയണ അവിടെ ഉണ്ടാക്കി. ഭീഷ്മപിതാമഹൻ്റെ തല ആ തലയിണയിലേക്ക് ഇങ്ങനെ വെച്ചു. എന്നിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുത്തമം, ഇതാണ് ഈ വീരന് ചേർന്ന ഏറ്റവും മികച്ച തലയണ. എന്നിട്ട് അദ്ദേഹം ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ അർജുന, ഇതല്ലാതെ വേറെ ഏത് തലയണ നീ എനിക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിലും ക്രോധത്തിൽ ഞാൻ നിന്നെ ശപിച്ചേനെ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഈ പോരാട്ടം അവസാനിപ്പിക്കുക, ഇനി യുദ്ധം ചെയ്യരുത്, ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞു. ഇതല്ലാതെ മറ്റൊന്നും എനിക്ക് നിങ്ങളോട് പറയാനില്ല. എന്ത് ഭയാനകമായിട്ടുള്ള യുദ്ധമായി നടക്കുന്നത്. ഈ സമയത്ത് ദുര്യോധനൻ്റെ ആജ്ഞപ്രകാരം അവിടെ വൈദ്യന്മാരെത്തി. ഭീഷ്മർ അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഈ വൈദ്യന്മാർക്ക് കൊടുക്കേണ്ട പാരിതോഷികങ്ങളെല്ലാം കൊടുത്ത് അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തി തിരിച്ചു പറഞ്ഞു വിടുക. ഇവിടെ ഇങ്ങനെ ഈ അസ്ത്രങ്ങൾ കൊണ്ട് കിടക്കുന്ന എനിക്ക് എന്തിനാണ് ഈ ഒരു വൈദ്യന്മാരുടെ സഹായം? ഞാനൊരു ക്ഷത്രിയന് ചേർന്ന ഏറ്റവും പരമമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്നെല്ലാം യുദ്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമോ അന്നെല്ലാം എൻ്റെ ഈ ശരശയ്യയെക്കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യും. ഇത്രത്തോളം യശസ് അതെനിക്കല്ലാതെ മറ്റാർക്ക് കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഭീഷ്മർ കൈ ഉയർത്തി എല്ലാവരെയും കാണിച്ചു. ഉടനെ തന്നെ പല ദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള രാജാക്കന്മാരും രാജകുമാരന്മാരും ക്ഷത്രിയരും എല്ലാവരും ഭീഷ്മർ കിടക്കുന്ന ആ ശരശയ്യയ്ക്ക് ചുറ്റിനും പ്രദക്ഷിണം വെച്ചു. പ്രദക്ഷിണം വെച്ച് തൊഴുതിട്ട് അദ്ദേഹത്തിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് അവിടെ ആളുകളെ നിർത്തിയിട്ട് അവിടെ നിന്ന് ആ യോദ്ധാക്കളും ക്ഷത്രിയരും എല്ലാവരും അവരുടെ ക്യാമ്പുകളിലേക്ക് പോകാൻ ഒതുങ്ങി. എന്നാൽ ഇതിനു മുൻപ് തന്നെ താൻ ശരശയ്യയിൽ കിടന്നുകൊണ്ടും സൂര്യനെ നമസ്കരിക്കും, തൻ്റെ പൂജാകർമ്മങ്ങളെല്ലാം ശരശയ്യയിൽ കിടന്നുകൊണ്ട് ചെയ്യും എന്നെല്ലാം അദ്ദേഹം പറയുന്നുണ്ട്.
തൻ്റെ ആ ഒരു ജീവിത രീതി അപ്പോഴും അദ്ദേഹം പരിത്യജിച്ചിട്ടില്ല, അല്ലേ? ഉടനെ തന്നെ എല്ലാവരും അവരവരുടെ ക്യാമ്പുകളിലേക്ക് പോയി. പാണ്ഡവ ക്യാമ്പിൽ ഉത്സവമാണ്. തങ്ങളുടെ പിതാമഹൻ ശരശയ്യയിലാണ്. പക്ഷേ പാണ്ഡവർക്കിടയിൽ അപ്പോഴും ഒരു സന്തോഷമുണ്ട്. ഒരു എന്താ പറയുക, അസാധ്യമായിട്ടുള്ളൊരു ടാസ്ക്കാണ് അവർ അക്കംപ്ലിഷ് ചെയ്തേക്കുന്നത്, അല്ലേ? എന്താണ്? ഭീഷ്മർ ജീവനോടെയുള്ള സമയത്തൊരിക്കലും കൗരവരെ വീഴ്ത്താൻ കഴിയത്തില്ല. ഭീഷ്മർ യുദ്ധത്തിൽ പതിച്ചാൽ പിന്നെ കൗരവരുടെ വീഴ്ച അത് സുനിശ്ചിതം, ഉറപ്പായിട്ടും അത് സാധിക്കാൻ പറ്റും എന്നായിരുന്നു കൃഷ്ണൻ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത്. അത് സാധിച്ചേക്കെയാണ്. കൃഷ്ണൻ പറഞ്ഞു, എന്തായാലും വലിയൊരു ഭാഗ്യമാണ് നിങ്ങൾക്ക് ഈ ചെയ്യാൻ കഴിഞ്ഞത്. മനുഷ്യർക്കാർക്കും തന്നെ ഭീഷ്മരെ വീഴ്ത്താൻ കഴിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് അദ്ദേഹത്തിന് എന്താ പറയുക, സൈന്യത്തിനെ ഭസ്മമാക്കാൻ പറ്റും. അത്രത്തോളം തേജോമയനായിട്ടുള്ള ആളാണ് അദ്ദേഹം. ധർമ്മപുത്രര് ചെന്നിട്ട് കൃഷ്ണൻ്റെ കൈകളിലേക്ക് പിടിച്ചിട്ട്, എല്ലാം അങ്ങ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ വിജയം, അത് അങ്ങ് നമുക്ക് നേടിത്തന്നതാണ്, അല്ലാതെ നമ്മുടെ മേന്മ കൊണ്ടൊന്നുമല്ല എന്ന് ധർമ്മപുത്രർ പറഞ്ഞു. കൃഷ്ണൻ തിരിച്ചു പറഞ്ഞു, അങ്ങയെക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ധർമ്മപുത്രരെ എന്ന് പറഞ്ഞു. രാത്രിയായപ്പോൾ എല്ലാവരും, കൗരവരും പാണ്ഡവരും എല്ലാവരും തങ്ങളുടെ പടച്ചട്ടകളും പടക്കോപ്പുകളും എല്ലാം അഴിച്ചു വെച്ചിട്ട് വസ്ത്രങ്ങൾ ധരിച്ചു. രാജാക്കന്മാരുടെ വസ്ത്രങ്ങൾ ധരിച്ചു. അവരുടെ മുറിവെല്ലാം വെച്ച് കെട്ടിയിട്ട് ഇവരെല്ലാവരും വീണ്ടും അവരുടെ പിതാമഹനെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ ആ ഒരു രാത്രി ഒറ്റയ്ക്ക് ശരശയ്യയിൽ ആ ഒരു തണുപ്പത്ത് യുദ്ധഭൂമിയിൽ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് കിടക്കുന്ന ഭീഷ്മരുടെ അടുത്ത് ഇവരെല്ലാവരും വന്നിങ്ങനെ ചുറ്റിനും നിന്ന് തൊഴുതപ്പോഴത്തേക്കും ഭീഷ്മർ ഈ ശബ്ദം കേട്ട് പൊങ്ങി നോക്കിയപ്പോൾ തൻ്റെ പേരക്കുട്ടികളെയാണ് മുന്നിൽ കണ്ടത്. അവരെ കണ്ടപ്പോൾ ഭീഷ്മർക്ക് സന്തോഷമായി. പേരക്കുട്ടികൾ മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാ ആളുകളും ഭീഷ്മരെ ഒരു നോക്ക് കാണാനായിട്ട് അവിടെ വന്നിരുന്നു. ക്ഷത്രിയർ മാത്രമല്ല, മറ്റുള്ളവരൊക്കെ എത്തി. അവരെല്ലാവരും വന്ന് ഭീഷ്മരെ ഇങ്ങനെ നോയിക്കൊണ്ട് നിൽക്കുന്നു. എല്ലാവരുടെയും കണ്ണിൽ കണ്ണുനീര് ബഹുമാനവും മാത്രം. ഭീഷ്മർ എന്നിട്ട് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു, എൻ്റെ തൊണ്ട വരളുന്നു, ആന്തരിക അവയവങ്ങളും ഒക്കെ വരണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം എനിക്കാരെങ്കിലും തരാമോ? കുടിക്കാൻ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ദുര്യോധനനും മറ്റ് ക്ഷത്രിയരും എല്ലാവരും അലങ്കരിച്ച കുടങ്ങളിൽ ഏറ്റവും ഫ്രഷായിട്ടുള്ള തണുത്ത വെള്ളം കൊണ്ടുവന്ന് ഭീഷ്മരെടുത്ത് വന്നു. ഭീഷ്മർ പറഞ്ഞു, ഞാൻ ഈ ലോക സന്തോഷങ്ങളൊന്നും ഇനി ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം മാനുഷികമായിട്ടുള്ള സന്തോഷങ്ങളാണ്. കുടത്തിൽ വെള്ളം കുടിക്കുക എന്നുള്ളതല്ല, അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. എനിക്കതൊന്നും വേണ്ട. ഞാൻ പരമപദത്തിലേക്ക് ഇങ്ങനെ കിടക്കുക, അത് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് കിടക്കുക. അതുകൊണ്ട് എനിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിക്ക്, എനിക്ക് പറ്റുന്ന രീതിക്ക് എനിക്ക് വെള്ളം താ. മോനെ അർജുന, ഇങ്ങ് വാ. അർജുനൻ വീണ്ടും കൈകൾ ഇങ്ങനെ മുന്നിലിങ്ങനെ പിടിച്ചുകൊണ്ട് വിഷമത്തോടു കൂടി അടുത്തു വന്നു. അർജുനൻ മുന്നിൽ വന്നിട്ട് ഭീഷ്മരോട് ചോദിച്ചു, എന്താ പിതാമഹ ഞാൻ ചെയ്തു തരേണ്ടേ? ഉടനെ തന്നെ ഭീഷ്മർ പറഞ്ഞു, മോനെ അച്ചാച്ചന് കുറച്ച് വെള്ളം താ, തൊണ്ട വരണ്ടിരിക്കുകയാണ്. പിന്നെ സാധാരണ രീതിക്കൊന്നും എനിക്ക് വെള്ളം വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, മാനുഷികമായിട്ടുള്ള ഒരു സുഖങ്ങളും എനിക്കിനി വേണ്ട. ഞാൻ നിനക്കൊരു ക്ലൂ തരാം. നിൻ്റെ വില്ലുകൊണ്ട്, നിൻ്റെ ഗാന്ധീപം കൊണ്ട് തന്നെ നീ എനിക്ക് വെള്ളം തരണമെന്ന് പറയൂ. കാരണം അപ്പോഴും ഒരു വീരനാണ്. വീരൻ അങ്ങനെ വേണം വെള്ളം കൊടുക്കാൻ, ആയുധം കൊണ്ട് തന്നെ വെള്ളം കൊടുക്കണം. അങ്ങനെ പറഞ്ഞു, നിൻ്റെ ഗാന്ധീപം കൊണ്ട് നീ എനിക്ക് വെള്ളം താ എന്ന് പറഞ്ഞു. ഭീഷ്മർ പറഞ്ഞത് കേട്ടുടനെ അർജുനൻ തൻ്റെ രഥത്തിലേക്ക് കയറിപ്പോയി. തൻ്റെ ശക്തമായ ഗാന്ധീപം കയ്യിലെടുത്ത് ഒരു ഞാണൊലി കേൾപ്പിച്ചു. എന്നിട്ട് ഒരു അസ്ത്രമെടുത്ത് തൻ്റെ വില്ലിലേക്ക് ചേർത്ത് വെച്ച് മന്ത്രജപം നടത്തി. അത് പർജന്യാസ്ത്രം എന്ന് പറയുന്ന ദിവ്യാസ്ത്രമായിരുന്നു. ആ അസ്ത്രം ഭീഷ്മരുടെ വലത്തേ ഭാഗത്ത് നിലത്തേക്ക് അർജുനൻ എയ്തു. ആ അസ്ത്രം വന്ന് തറച്ച ഭാഗത്ത് നിന്ന് ഒരു ചെറിയ അരുവി പോലെ അവിടെ നിന്ന് വെള്ളം ഭീഷ്മരുടെ വായിലേക്ക് ഇങ്ങനെ വന്നു. ഭീഷ്മർ ആ വെള്ളം ആവോളം കുടിച്ചിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, അർജുന, നീ മിടുക്കൻ തന്നെയാണ്, നീ മിടുക്കനാണ്. പണ്ട് നാരദമുനി എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു സാധാരണക്കാരനല്ല, നീ അതിപുരാതനമായിട്ടുള്ള ഒരു തേജോമയനായിട്ടുള്ള ഋഷിയുണ്ട്, നരമഹർഷി. ആ നരമഹർഷിയുടെ പുനർജന്മമാണ് നീയെന്ന് നാരദമുനി എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാസുദേവൻ നിൻ്റെ കൂടെ ഉള്ളപ്പോൾ നിനക്ക് ദേവന്മാരെപ്പോലും ജയിക്കാൻ പറ്റുമെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല മോനെ, നീ ക്ഷത്രിയന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നവൻ തന്നെയാണ്. നീ വീരന്മാരിൽ വീരനാണ്. അതുപോലെ ധനുർധാരികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നവൻ നീയാണ്. നീ ധീരനാണ്, വീരനാണ്, ബുദ്ധിമാനാണ്, മഹാബാഹുവാണ്. ബുദ്ധിയുള്ളവരെല്ലാവർക്കും അറിയാം, ഒരുത്തർക്കും നിൻ്റെ മുന്നിൽ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. പക്ഷേ എൻ്റെ പേരക്കുട്ടി ദുര്യോധനൻ ഞാൻ പറഞ്ഞ ഒരൊറ്റ വാക്ക് പോലും അവൻ കേട്ടില്ലല്ലോ. ഞാൻ മാത്രമല്ല, ദ്രോണര് പറഞ്ഞു, വിതുരര് പറഞ്ഞു, ഭഗവാൻ പരശുരാമൻ പോലും പറഞ്ഞു. അതൊന്നും അവൻ ചെവിക്കൊണ്ടില്ല.
അവനിതെല്ലാം കാണിച്ചു കൂട്ടി. ഇനി അധികം താമസമില്ല. ഭീമസേനൻ്റെ ശക്തിക്ക് മുന്നിൽ, ഭീമസേനൻ്റെ ആയുധങ്ങൾക്ക് മുന്നിൽ അവൻ അടിപതറും. ദുര്യോധനൻ വധിക്കപ്പെടും എന്ന് ഭീഷ്മർ ഇവിടെ കിടന്നെന്ന് പറഞ്ഞു. ഇത് കേട്ടുടനെ ദുര്യോധനൻ അങ്ങ് വിഷമമായി, ഭയമായി, ദേഷ്യമായി. ദുര്യോധനൻ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന കണ്ടുടനെ തന്നെ ഭീഷ്മർ ദുര്യോധനനെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ, ഇനിയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കടാ ഈ യുദ്ധം. എന്തിന്, ആർക്ക് വേണ്ടിയാണ് നീ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അന്നേ പറഞ്ഞതല്ലേ വേണ്ട വേണ്ട വേണ്ട, നീ എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചില്ലേ, ഇത് വെച്ചെങ്കിലും അവസാനിപ്പിക്കടാ. നീ കണ്ടതല്ലേ അർജുനൻ അവൻ്റെ അസ്ത്രപ്രയോഗം കൊണ്ട് എനിക്ക് വെള്ളം തന്നത്. ആ വെള്ളമെന്ന് പറയുമ്പോൾ എന്തു മണമായിരുന്നെന്നറിയോ? അമൃതത്തിൻ്റെ മണമായിരുന്നു, തണുപ്പായിരുന്നു, നല്ല രുചിയുമായിരുന്നു ആ വെള്ളത്തിന്. നീ കണ്ടതല്ലേ? പിന്നത് മാത്രമല്ല, ആഗ്നേയാസ്ത്രം, വാരുണാസ്ത്രം, സൗമ്യാസ്ത്രം, വായവ്യാസ്ത്രം, വൈഷ്ണവാസ്ത്രം, ഐന്ദ്രാസ്ത്രം, ബ്രഹ്മാസ്ത്രം, ബ്രഹ്മശിര, പ്രാജാപത്യം, പരമേഷ്ടാസ്ത്രം, ദാതി, ത്വാഷ്ട, സാവിതു, അങ്ങനെ ഒരുപാട് അസ്ത്രങ്ങൾ അവൻ്റെ കയ്യിലുണ്ട്. ഇതിനൊക്കെ പുറമേ മഹാപാശുപതാസ്ത്രം മഹാദേവൻ്റെ കയ്യിൽ നിന്ന് നേടിയെടുത്തവനാ അവൻ. ഇവനോളം ഇത്രയും അസ്ത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും അറിവുള്ള ഒരാൾ ഈ ഭൂമണ്ഡലത്തിലില്ല. ഇത്രയും ദിവ്യാസ്ത്രങ്ങളുടെ അറിവുള്ള ഒരാൾ ഈ ഭൂമണ്ഡലത്തിലില്ല. വാസുദേവൻ ശ്രീകൃഷ്ണൻ ഒഴികെ മറ്റാർക്കും ഇവനോളം അസ്ത്രങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമില്ല. യുദ്ധഭൂമിയിലെ ഒരു അലങ്കാരമാണ് അർജുനൻ. വാസുദേവൻ ശ്രീകൃഷ്ണൻ അവരുടെ കൂടെയുണ്ട്. അതുപോലെ യുധിഷ്ഠിരൻ്റെ ക്രോധത്തിൽ ഇതെല്ലാം നശിക്കുന്നതിന് മുൻപ് നീ അവസാനിപ്പിച്ചാലും. ഈ യുധിഷ്ഠിരൻ്റെ ക്രോധത്തെ ദ്രോണരും പറഞ്ഞു, ഭീഷ്മരും പറഞ്ഞു. പുള്ളിക്കാരന് ഈ ദേഷ്യം വരുന്ന സമയത്തുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. അത് ഭയങ്കരമായിട്ട് പോരാടുകയും ചെയ്യും. എന്താ, പല സമയങ്ങളിലും യുധിഷ്ഠിരൻ്റെ ദേഷ്യം കണ്ടിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന യോദ്ധാക്കൾ ആ ദേഷ്യം വന്ന് നിൽക്കുന്ന മുഖം കണ്ടിട്ട് പേടിച്ചു പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ചില്ലറക്കാരനല്ല, പോരാട്ടങ്ങളിൽ യുധിഷ്ഠിരൻ എന്താണെന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഭീഷ്മർ നകുല സഹദേവന്മാരെയും ഭീമനെയും ഒക്കെ പറഞ്ഞു, അവരെല്ലാവരും ഈ സൈന്യത്തിനെ മുഴുവനും നശിപ്പിക്കുന്നതിന് മുൻപ് ഈ യുദ്ധത്തെ നീ പരിത്യജിക്ക്, നിന്റെ വെറുപ്പ് നീ അവസാനിപ്പിക്ക്, ഈ ക്രോധം നീ അവസാനിപ്പിക്ക്, നിന്റെ ബന്ധുജനങ്ങളെയും സുഹൃത്തുക്കളെയും നീ ഇങ്ങനെ തീർക്കല്ലേ, ദുരിതത്തിലേക്ക് നീ ഇങ്ങനെ നടന്നു നീങ്ങല്ലേ, നിന്റെ സാമ്രാജ്യത്തിൻ്റെ പകുതി നീ പാണ്ഡവർക്ക് കൊടുക്ക്. യുധിഷ്ഠിരൻ അവകാശപ്പെട്ട അവൻ്റെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകാൻ അവനെ അനുവദിച്ചാലും, യുദ്ധം അവസാനിപ്പിച്ചാലും, എൻ്റെ ഭീഷ്മരുടെ അന്ത്യത്തോടുകൂടി നിങ്ങളുടെ പരസ്പര വൈദ്യം നിങ്ങൾ പരിത്യജിച്ചാലും, സമാധാനത്തോടുകൂടി ജീവിച്ചാലും എന്നൊക്കെ ഇങ്ങനെ ഭീഷ്മർ പറയുന്നു. എന്നിട്ട് പറയുന്നു, ഇതൊന്നും നീ കേട്ടിട്ട് നീ മാറുന്നില്ലെങ്കിൽ നീ കേട്ടോ, ദുരന്തത്തിലേക്കാണ് നീ നടന്നു നീങ്ങുന്നത് ദുര്യോധന. എൻ്റെ വാക്കുകൾ നീ ഓർത്തുകൊള്ളുക, വൻ വിപത്തുകൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട് ദുര്യോധന എന്ന് പറയുന്നുണ്ട്. ഇത്രയൊക്കെ ഭീഷ്മർ പറഞ്ഞിട്ട് അദ്ദേഹം നിശബ്ദനായി അവിടെ കിടന്നു. കുറച്ചു നേരവും കൂടെ ഇവരെല്ലാവരും ഭീഷ്മരെ നോക്കിയിട്ട് നിറകണ്ണുകളോടുകൂടി എന്തു ചെയ്യണമെന്നറിയാൻ വയ്യാതെ തിരിച്ച് അവരുടെ ക്യാമ്പുകളിലേക്ക് പോയി. അങ്ങനെ എല്ലാവരും ഭീഷ്മരെ വണങ്ങിയിട്ട് അവരവരുടെ ക്യാമ്പുകളിലേക്ക് തിരിച്ചുപോയി. അതിനുശേഷം ഒരുപാട് നേരം കഴിഞ്ഞിട്ട് ഭീഷ്മർ ശരശയ്യയിൽ കിടക്കുന്ന ആ സ്ഥലത്തേക്ക് ഒരു രൂപം നടന്നു വരികയാണ്. ആ രൂപത്തിൻ്റെ നടത്തയിൽ വിഷമമുണ്ട്. ആ രൂപത്തിൻ്റെ തൊണ്ട ഇടറുന്നുണ്ട്. വിരിഞ്ഞ നെഞ്ച്, തികഞ്ഞൊരു യോദ്ധാവിൻ്റെ ശരീരം, പേശികളുണ്ട്, സ്വർണ്ണക്കാപ്പുകളും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളുമുണ്ട്. അദ്ദേഹം ഒരു മേൽവസ്ത്രം ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വസ്ത്രമെന്ന് പറയുന്നത് സുവർണ്ണ നിറത്തിലുള്ള വസ്ത്രമായിരുന്നു. ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നല്ല ഉയരമുള്ള സ്വർണം പോലെ തിളങ്ങുന്ന ആ ഒരു യോദ്ധാവ് വന്നിട്ട് ഭീഷ്മരുടെ കാലിലിങ്ങനെ പിടിച്ചിട്ട് അവിടെ ഇരുന്നു. ആ യോദ്ധാവ് എന്തോ അവിടെ പറയുന്നുണ്ടായിരുന്നു. അത് കേട്ടുടനെ ഭീഷ്മർ തൻ്റെ മുഴങ്ങുന്ന ശബ്ദത്തിൽ അവിടെ പറഞ്ഞു, കർണ, എൻ്റെ അടുത്തേക്ക് വരൂ. ആ യോദ്ധാവ് മറ്റാരുമല്ല, അംഗരാജൻ കർണനായിരുന്നു. കർണൻ എണീച്ച് ഭീഷ്മരുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് ഭീഷ്മർ കർണന് നേരെ തൻ്റെ കൈകളിങ്ങനെ നീട്ടി. അത് കണ്ട് കർണനൊന്ന് അത്ഭുതപ്പെട്ടു. ഭീഷ്മർ അടുത്തേക്ക് കർണനൊന്ന് കുനിഞ്ഞപ്പോൾ ഭീഷ്മർ കർണനെ ചേർത്തങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നീ എൻ്റെ ശത്രുവല്ലായിരുന്നു. എല്ലാ കാലവും നീ എൻ്റെ ശത്രുവായിട്ടല്ലേ നിന്നിരുന്നത്. എനിക്കും എൻ്റെ അടുത്ത് ഒരു ദേഷ്യവുമില്ല. പിന്നെ ഒരു കാര്യം നീ അറിയണം. നാരദമുനിയിൽ നിന്നും വേദവ്യാസനിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നീ രാധേയനല്ല, കൗന്ദയനാണ്, കുന്തിപുത്രനാണ് നീ. ശരിയാണ്, ഞാൻ നിൻ്റെ അടുത്ത് പരീക്ഷമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും നിൻ്റെ അടുത്തുള്ള വെറുപ്പ് കൊണ്ട് ഞാൻ പറഞ്ഞതല്ല. നീ ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം. നിൻ്റെ ആ ഒരു ഊർജ്ജസ്വലത ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഒരു കാരണവുമില്ലാതെയാണ് നീ പാണ്ഡവരുടെ അടുത്ത് വെറുപ്പ് കാണിച്ചിരുന്നത്.
നീ സൂര്യപുത്രനാണ്, നിന്റെ പോർവീര്യം എനിക്കറിയാം, നിന്റെ ദാനധർമ്മങ്ങളെക്കുറിച്ച് എനിക്കറിയാം, യുദ്ധഭൂമിയിൽ ആർക്കും നിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യവും എനിക്കറിയാം. അതുപോലെ തന്നെ കൈവഴക്കത്തിൽ, വില്ലുപയോഗിക്കുന്നതിൽ, അസ്ത്രം ഉന്നം വയ്ക്കുന്നതിൽ, അസ്ത്രം എയ്യുന്നതിൽ നിനക്ക് തുല്യനായി ആരുമില്ല, കൃഷ്ണനും അർജുനനും ഒഴികെ എന്ന് ബോറി ക്രിട്ടിക്കൽ എഡിഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ബോറി ക്രിട്ടിക്കൽ എഡിഷൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നുണ്ട്, നിനക്ക് തുല്യനായി ഈ പ്രപഞ്ചത്തിൽ ധനുർവിദ്യയിൽ ആരുമില്ല, കൃഷ്ണനും അർജുനനും ഒഴികെ എന്ന് പറയുന്നുണ്ട്. നീ ശക്തനാണ്, നിന്റെ പോർവീര്യം ഭാരതവർഷമെങ്ങും പ്രശസ്തമാണ്. നീ ഒറ്റയ്ക്കല്ലേ പല രാജ്യങ്ങളുടെയും തലസ്ഥാനത്ത് പോയി അവിടുത്തെ രാജാക്കന്മാരെ എല്ലാം പരാജയപ്പെടുത്തിയത്? ജരാസന്ധൻ പോലും നിനക്ക് തുല്യനല്ല. നീ ആ രീതിക്ക് പോരാടുന്ന ശക്തനായ ഒരു യോദ്ധാവാണ്. നിന്റെ ശക്തിയെയും ആത്മവീര്യത്തെയും എല്ലാം ഞാൻ അറിയുന്നു. പക്ഷേ മോനെ, നീ മനസ്സിലാക്കണം, പാണ്ഡവർ നിന്റെ സഹോദരന്മാരാണ്. അതുകൊണ്ട് എൻ്റെ നന്മ, എനിക്ക് സന്തോഷം തരുന്ന എന്തെങ്കിലും ചെയ്യാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ നിൻ്റെ അനുജന്മാരുടെ അടുത്ത് പോ. ഈ യുദ്ധം അവസാനിപ്പിക്കുക, പരസ്പര വൈര്യം അവസാനിപ്പിക്കുക. എന്ത് നീ കിടന്ന് യുദ്ധം ചെയ്യുന്ന? ഈ ഭീഷ്മരുടെ പതനത്തോടുകൂടി ഈ യുദ്ധം അങ്ങ് അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കർണൻ ഭീഷ്മരോട് പറഞ്ഞു, അങ്ങ് പറഞ്ഞതെല്ലാം വാസ്തവമാണ്, എല്ലാം എനിക്കറിയാം. ഞാൻ കൗന്ദയനാണ്, രാധേയനല്ല. ഞാൻ കുന്തിപുത്രനാണെന്നുള്ള കാര്യവും എനിക്കറിയാം. പക്ഷേ ദുര്യോധനൻ്റെ സമ്പൽ സമൃദ്ധി ഞാൻ ഒരുപാട് ആസ്വദിച്ചു. അതൊന്നും വൃഥാവിലാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പോരാടിയേ പറ്റുള്ളൂ. എൻ്റെ വീര്യവും ശക്തിയും ആയുധങ്ങളും പ്രശസ്തിയും എല്ലാം ദുര്യോധനനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പോരാടാൻ പോവുകയാണ്. എനിക്കറിയാം ഈ യുദ്ധത്തിൻ്റെ അവസാനം എന്തായിരിക്കുമെന്നു, അതിൻ്റെ പരിണാമഫലം എന്താണെന്ന് എനിക്കറിയാം. അതിനെ ആർക്കും മറികടക്കാൻ കഴിയത്തില്ല. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. പോരാടാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളതുകൊണ്ട് പിതാമഹ, എനിക്ക് പോരാടാനായിട്ടുള്ള അനുവാദം നൽകിയാലും എന്ന് പറഞ്ഞു. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, ശരി, പരസ്പര വൈര്യം ഉപേക്ഷിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ, പോരാടാനാണ് നിൻ്റെ തീരുമാനമെങ്കിൽ പോരാടാനുള്ള അനുവാദം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. പക്ഷെ ഓർക്കുക, സ്വർഗം നിൻ്റെ പരമമായ ലക്ഷ്യമായി മുന്നിൽ കണ്ടുകൊണ്ട് പോരാടുക. നിൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. ഈ ഒരു പോരാട്ടത്തിൽ സമാധാനം കൊണ്ടുവരാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. പക്ഷെ കർണ, ഒന്നോർത്തു കൊള്ളുക, യഥോ ധർമ്മസ്തതോ ജയ. എവിടെ ധർമ്മമുണ്ടോ അവിടെ മാത്രമായിരിക്കും ജയം എന്ന് പറഞ്ഞു. കർണൻ ഭീഷ്മരെ വണങ്ങിയിട്ട് ആ വീരപുരുഷൻ തൻ്റെ ശിബിരത്തിലേക്ക് തിരിച്ചുപോയി. ഭീഷ്മരുടെ പതനത്തിന് ശേഷം കൗരവരുടെ ക്യാമ്പിൽ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. എല്ലാ ക്ഷത്രിയരും, എല്ലാ യോദ്ധാക്കളും ഭയചകിതരായി നിൽക്കുന്നു. കൗരവരുടെ ധൈര്യമെല്ലാം ചോർന്നുപോയി. അതുപോലെ തന്നെ മറ്റുള്ള രാജാക്കന്മാർ ചിന്തിച്ചു, ഭീഷ്മരുടെ സംരക്ഷണം മാത്രമായിരുന്നു നമുക്ക് ധൈര്യം. ഇനി ആരുണ്ട് നമ്മളെ സംരക്ഷിക്കാൻ? ഇനി എന്തു ചെയ്യും നമ്മൾ? ഒന്നും അറിയാൻ വയ്യ. ഭീഷ്മരില്ലാതെ നമ്മൾ ഈ പൊക്കോണ്ടിരിക്കുന്നത് നരകത്തിലേക്കാണ് എന്നവർ ചിന്തിച്ചു. എന്നിട്ട് പാണ്ഡവർ ഇതുവരെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം അവരവരുടെ മനസ്സിലിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് ആ ക്യാമ്പിൻ ചില ആളുകൾക്കിടയിൽ ഒരു സൂര്യനുദിച്ചതുപോലത്തെ സന്തോഷം. അവരെല്ലാവരും പരസ്പരം ഒരു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രിച്ചു. ആ പേര് കൗരവപക്ഷത്തിലെ ഓരോ രാജാക്കന്മാർക്കും ആത്മവീര്യത്തിൻ്റെ ഒരു കാട്ടുതീ പടർത്തുന്നത് പോലെ ആ ഒരു ശിബിരം മുഴുവനും നിറഞ്ഞു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, കർണൻ, കർണൻ, രാധേയനായ കർണൻ, അവനെ വിളിക്കൂ. അവൻ നമ്മളെ സംരക്ഷിക്കും. അവൻ കുരുക്കൾക്ക് വേണ്ടി എല്ലാം സമർപ്പിച്ചിരിക്കുന്നവനാണ്. അവൻ നമ്മളെ സംരക്ഷിക്കും. പോരാട്ടത്തിന് മുൻപ് ഭീഷ്മർ അവനെ ഒരു രഥിയുടെ പകുതി എന്ന് പറയുന്നത് പോലെ അർദ്ധരഥി എന്ന് വിളിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ അതിനുമൊക്കെ അപ്പുറമാണ്. അവൻ നല്ലൊരു യോദ്ധാവാണ്. അവൻ ആ സമയത്ത് ക്രോധത്തോടുകൂടി ഭീഷ്മരോട് പറഞ്ഞു, മഹാമയനായ ഭീഷ്മരെ, അങ്ങ് ഈ യുദ്ധത്തിലുള്ളിടത്തോളം കാലം ഞാൻ ഈ യുദ്ധഭൂമിയിലേക്ക് പ്രവേശിക്കത്തില്ല. അങ്ങ് പാണ്ഡവരെ വീഴ്ത്തിയാൽ ഞാൻ ദുര്യോധനന്റെ അനുവാദത്തോടുകൂടി വനവാസത്തിന് പോകും. ഇല്ലെങ്കിൽ അങ്ങ് വീണതിന് ശേഷം ഞാൻ ഒറ്റ രഥത്തിൽ പോയി അങ്ങ് രഥികളെന്ന് വിളിച്ച് അത്ര പേരെയും വീഴ്ത്തിയിരിക്കും എന്നവൻ പറഞ്ഞതാണ്. അവൻ 10 ദിവസം യുദ്ധം ചെയ്തിട്ടില്ല. അവനെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ ദുര്യോധനനും സഹോദരന്മാരും ഇരിക്കുന്ന ആ ഒരു ശിബിരത്തിലേക്ക് സൂര്യ തേജസ്സിന് സമാനമായിട്ടുള്ളൊരു യോദ്ധാവ് നടന്നു കയറുകയാണ്. സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. ശക്തമായ പേശികൾ വീശിക്കൊണ്ട് തീക്ഷ്ണമായ നോട്ടത്തോടുകൂടി ഉടനെ ആ യോദ്ധാവ് നടന്ന് ദുര്യോധനൻ്റെ അടുത്തേക്ക് പോയി. ദുര്യോധനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കർണൻ. കർണൻ ചെന്ന് ദുര്യോധനൻ്റെ കൈകളിലേക്ക് പിടിച്ചിട്ട് അവരെ സമാധാനിപ്പിച്ചു. എന്നിട്ട് ആ കണ്ട അത്ര കൗരവരെയും കർണൻ സമാധാനിപ്പിക്കുവാനായി ഇപ്രകാരം പറഞ്ഞു, മഹാമയനായ ഭീഷ്മരാണ് നിങ്ങളെ ആദ്യം സംരക്ഷിച്ചിരുന്നത്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ വീഴ്ന്നിരിക്കുകയാണ്. മറ്റ് രാജാക്കന്മാർക്ക് ആർക്കും തന്നെ അർജുനനെ നേരിടുവാൻ സാധിക്കുന്നില്ല.
ഭീഷ്മർ നിങ്ങളെ സംരക്ഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങളെ ആരും സംരക്ഷിക്കാനില്ല എന്ന് ഭയക്കണ്ട. ഞാൻ അംഗരാജൻ കർണൻ നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും. എങ്ങനെ ഭീഷ്മർ നിങ്ങളെ സംരക്ഷിച്ചുവോ അതുപോലെ ഈ സൈന്യത്തിനെ, കൗരവ സൈന്യത്തിനെ ഞാൻ സംരക്ഷിക്കുന്നതായിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല. യുദ്ധത്തിന് സജ്ജനായിക്കൊള്ളുവിൻ. ഞാൻ യുധിഷ്ഠിരനെയും ഭീമനെയും അർജുനനെയും നകുല സഹദേവന്മാരെയും സാത്വികിയെയും അതുപോലെ വാസുദേവൻ ശ്രീകൃഷ്ണനെയും അറിയുന്നു. ഭീരുക്കൾ അവരുടെ മുന്നിൽ പോയാൽ ഒരിക്കലും ജീവനോടെ തിരിച്ചു വരത്തില്ല. അവരത്രത്തോളം ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കളാണ്. അതുകൊണ്ട് എൻ്റെ സൈന്യത്തിനെ സംരക്ഷിക്കുകയും ശത്രു സൈന്യത്തിനെ മുഴുവനും വീഴ്ത്തുകയും ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് അംഗരാജൻ കർണൻ ഈ യുദ്ധഭൂമിയിലേക്ക് കയറാൻ പോകുന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കണ്ട. എല്ലാ ശത്രുക്കളെയും ഞാൻ വീഴ്ത്തിയിരിക്കും, അല്ലെങ്കിൽ ശത്രുക്കൾ എന്നെ വീഴ്ത്തുന്നതായിരിക്കും. രണ്ടിലൊന്ന് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ധൈര്യമായിരിക്കുക, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. സാരഥി, എൻ്റെ രഥം തയ്യാറാക്കുക. എൻ്റെ ശക്തമായ വില്ലുകൾ തയ്യാറാക്കുക. എൻ്റെ അസ്ത്രങ്ങൾ തയ്യാറാക്കുക. 16ഓളം വരുന്ന എൻ്റെ ലക്ഷണമൊത്ത ശക്തമായ ആവനാഴികൾ തയ്യാറാക്കുക. അതുപോലെ എൻ്റെ ദിവ്യമായിട്ടുള്ള എല്ലാ ധനുസുകളും രഥത്തിൽ അണിനിരത്തുക. അതുപോലെ എൻ്റെ വേലെടുക്കുക. അതുപോലെ എൻ്റെ പരിചയം എടുക്കുക. എൻ്റെ വാളെടുക്കുക. എൻ്റെ എല്ലാ ആയുധങ്ങളും അവിടെ നിറയ്ക്കുക. ലക്ഷണമൊത്ത എൻ്റെ രഥത്തിൽ എൻ്റെ പ്രശസ്തമായിട്ടുള്ള സ്വർണ്ണ ആനച്ചങ്ങലെ അടയാളമായിട്ടുള്ള എൻ്റെ കൊടി നാട്ടിയാലും നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. പാണ്ഡവ സൈന്യം പൂർണ്ണമായും ആശ്രയിക്കുന്നത് യുധിഷ്ഠിരനെയും മൃഗോദരൻ ഭീമനെയും അർജുനനെയും നകുല സഹദേവന്മാരെയുമാണ്. അവർ 5 പേരുമുള്ള സ്ഥലത്തേക്ക് എൻ്റെ രഥം കൊണ്ടുപോയാലും അവരെ 5 പേരെയും ഞാൻ വീഴ്ത്തിയിരിക്കും. അർജുനൻ എവിടെ നിന്ന് പോരാടുന്നുവോ അങ്ങോട്ടേക്ക് എൻ്റെ രഥം കൊണ്ടുപോയാലും അർജുനനുമായി പോരാടി ഞാൻ അർജുനനെ വധിച്ചിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുവേൻ, പോരാട്ടത്തിന് സജ്ജരായിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർണൻ്റെ ഈ വാക്കുകൾ ധാർതരാഷ്ട്രന്മാരിൽ എന്തെന്നില്ലാത്ത ഒരു ആത്മവീര്യമുണ്ടാക്കി. അങ്ങനെ യുദ്ധത്തിന് സമയമായിക്കൊണ്ടിരിക്കുന്ന ആ സമയം ധൃതരാഷ്ട്രപുത്രന്മാരും മറ്റു ക്ഷത്രിയരുമെല്ലാം യുദ്ധത്തിന് സജ്ജരായി നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് പാഞ്ഞുപോയി. എന്നാൽ പോകുന്ന വഴിയിൽ വീണ്ടും ശരശയ്യയിൽ കിടത്തുന്ന ഭീഷ്മരെ കണ്ടപ്പോൾ കർണൻ തൻ്റെ രഥം അവിടെ നിർത്തിച്ചു. എന്നിട്ട് രഥത്തിൽ നിന്നിറങ്ങി ഭീഷ്മരുടെ ചെന്നു. ഭീഷ്മരുടെ ചെന്നിട്ട് പറഞ്ഞു, മഹാമയനായ ഭീഷ്മരെ, ഞാൻ കർണനാണ്. അങ്ങയുടെ ഈ അവസ്ഥ കണ്ടിട്ട് ആർക്കും തന്നെ സന്തോഷം നൽകുന്ന ഒന്നല്ല. എന്നാൽ ഇന്നെന്ന് ശോഭനീയമായിട്ടുള്ള നല്ല നല്ല വാക്കുകൾ എന്നോട് പറഞ്ഞാലും ഞാൻ ഇന്ന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. കൗരവപക്ഷത്തിലെ യോദ്ധാക്കൾക്ക് എല്ലാവർക്കും ഗാണ്ഡീവത്തിൻ്റെ ഞാണൊലി ഇപ്പോൾ സുപരിചിതമാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവർ ഭയക്കുന്നു. അവർ സബ്യസാച്ചിയെ ഇപ്പോൾ നല്ലതുപോലെ ഭയന്നിരിക്കുകയാണ്. പാണ്ഡവർ ഇന്ന് യുദ്ധഭൂമിയിൽ വൻ വിനാശം സൃഷ്ടിക്കും. അതുമാത്രമല്ല, കൃഷ്ണനെക്കുറിച്ചും യാതൊരുവിധ സംശയവുമില്ല. കൃഷ്ണൻ്റെ പാഞ്ചജന്യത്തിൻ്റെ ശബ്ദവും അർജുനൻ്റെ ഗാണ്ഡീവത്തിൻ്റെ ഞാണൊലിയും കേട്ട് കൗരവപക്ഷത്തിലുള്ള സൈനികരെല്ലാവരും കിടിലം കൊള്ളുകയാണ്. അതുതന്നെ നടക്കുകയും ചെയ്യും. കൗരവപക്ഷത്തിൽ അർജുനനുമായി പോരടിക്കാൻ അങ്ങയോളം പ്രഗത്ഭരായിട്ടുള്ള ആരാ ഉള്ളത്? ആരും തന്നെ ഇല്ല. ഞാനിന്ന് അർജുനനുമായിട്ട് പോരാടാൻ പോവുകയാണ്. ജ്ഞാനികളായിട്ടുള്ള ആളുകൾ അർജുനൻ ചെയ്തിട്ടുള്ള ദൈവികമായിട്ടുള്ള പോരാട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവൻ മഹാദേവൻ്റെ കൂടെ പോലും പോരടിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. അങ്ങനെയല്ലേ അവന് മഹാപാശുപതാസ്ത്രം കിട്ടിയത്? അവനുമായിട്ട് ഞാനിന്ന് പോരാടാൻ പോവുകയാണ്. എനിക്കവനെ യുദ്ധത്തിൽ സഹിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചാലും എൻ്റെ മുന്നിൽ ഒന്നില്ലേ വിജയം, അല്ലെങ്കിൽ മരണം. ഇത് രണ്ടും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ധൈര്യത്തോടുകൂടി ഞാനവനെ പോരാടാൻ പോവുകയാണ്. ഉടനെ ഭീഷ്മർ തലപൊക്കി കർണനെ നോക്കിയിട്ട് ഒരനുഗ്രഹം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോരാട്ടത്തിൽ നിൻ്റെ കൂടെയുള്ളവർക്ക് നീ ആശ്രയമായി തീരട്ടെ. എങ്ങനെയാണോ ദേവേന്ദ്രൻ ദേവതകൾക്ക് ആശ്രയമാകുന്നത്, അതുപോലെ നീ നിനക്ക് കൂടെയുള്ളവർക്ക് ആശ്രയമാകട്ടെ. നിനക്ക് പ്രിയപ്പെട്ടവർക്കിടയിൽ നിനക്ക് പ്രത്യേകമായ സ്ഥാനങ്ങൾ ലഭിക്കട്ടെ. നിനക്ക് നല്ലതുപോലെ പോരാടാൻ സാധിക്കട്ടെ. ദുര്യോധനന് സന്തോഷമുളവാക്കുന്ന രീതിക്ക് നിനക്ക് പോരാടാൻ സാധിക്കട്ടെ. അല്ലയോ കർണ, പണ്ട് നീ രാജപുരിയിലേക്ക് പോയിട്ട് അവിടെ കാംബോജരെ നീ ഉന്മൂലനം ചെയ്തില്ലേ? അതുപോലെ ഗിരിപ്രജത്തിലേക്ക് പോയിട്ട് അവിടുത്തെ ക്ഷത്രിയന്മാരെയും നീ വധിച്ചില്ലേ? അതുപോലെ തന്നെ അമ്പസ്തത്തിലും വിദേഹത്തിലും ഗാന്ധാരത്തിലും പണ്ട് നീ ഹിമാലയത്തിലുള്ള കിരാതന്മാരുമായി പോരാടിയിട്ട് അവരെയും ദുര്യോധനന് കീഴിൽ കൊണ്ടുവന്നിട്ടില്ലേ? അതുപോലെ ദുര്യോധനന് വേണ്ടി നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? വീര്യവാന്മാരായിട്ടുള്ള ഒരുപാട് യോദ്ധാക്കളെയും ക്ഷത്രിയന്മാരെയും നീ തോൽപ്പിച്ചിട്ടില്ലേ? ധൈര്യമായി പോകൂ, നിന്റെ കർമ്മങ്ങൾ ചെയ്യൂ. നിന്റെ ധർമ്മം അനുഷ്ഠിച്ചാലും നീ ദുര്യോധനനെ പോലെ എൻ്റെ പേരക്കുട്ടിയെപ്പോലെ തന്നെയാണ്. നമുക്കുള്ളതെല്ലാം നിനക്കുള്ളതും തന്നെയാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ മംഗളകരമായിട്ടുള്ള അനുവാദം നൽകുന്നു. പോയി യുദ്ധത്തിൽ പോരാടിയാലും എന്ന് പറഞ്ഞു. കർണൻ വീണ്ടും ഭീഷ്മരുടെ കാല് തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് തൻ്റെ രഥത്തിലേക്ക് കയറി താൻ പോകേണ്ട ദിശയിലേക്ക് നോക്കി. അവിടെ കൗരവപക്ഷം പോരാടാൻ സജ്ജമായി നിൽക്കുന്നു. കടലുപോലത്തെ സൈന്യമാണ്. കർണൻ അങ്ങോട്ടേക്ക് തീക്ഷ്ണമായി നോക്കിയിട്ട് കൗരവപക്ഷത്തിലെ മുൻനിര യോദ്ധാക്കളെല്ലാവരും നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് പോയി. ഈ സമയത്ത് കർണൻ്റെ സാരഥി കർണൻ്റെ രഥം ഈ ഒരു പടയുടെ ഒരു ഭാഗത്ത്, പടത്തലക്കലുള്ള ഒരു ഭാഗത്ത് കൊണ്ടങ്ങ് നിർത്തി.
കർണനെ കണ്ടുടനെ ദുര്യോധനന് അതീവ സന്തോഷമുണ്ടായി. ദുര്യോധനൻ ഉടനെ ചിരിച്ചുകൊണ്ട് കർണൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കർണ, അങ്ങ് വന്നതോടുകൂടി നമ്മുടെ സൈന്യത്തിന് വീണ്ടും ഒരു സംരക്ഷകനെ കിട്ടിയിരിക്കുകയാണ്. അങ്ങ് നമ്മുടെ സൈന്യത്തിനെ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ സൈന്യം വളരെ സുരക്ഷിതം തന്നെയായിരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് കർണനോട് പറഞ്ഞു, കർണ, ഇത്രയും കാലവും നമ്മുടെ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ മഹാമയൻ ഭീഷ്മരായിരുന്നു. പിതാമഹൻ പതിച്ചു. ഇനി ആരെയാണ് ഞാൻ ഈ ഒരു സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപനാക്കേണ്ടത്? അങ്ങ് തന്നെ പറയൂ. അങ്ങ് പറയുന്ന ഒരാൾ ഉറപ്പായിട്ടും ഉത്തമനായിട്ടുള്ള ആൾ തന്നെയായിരിക്കും. അങ്ങ് തന്നെ പറയൂ എന്ന് പറഞ്ഞു. കർണൻ കുറച്ചു നേരം ദുര്യോധനനുമായി സംസാരിച്ചിട്ട് ഒരു സംശയവും കൂടാതെ ദ്രോണാചാര്യർക്കപ്പുറം ഉത്തമനായിട്ടൊരാളിനി ഇല്ല ഈ ഒരു സൈന്യത്തിനെ നയിക്കാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ കർണൻ്റെ അഭിപ്രായം മാനിച്ച് അത് ശരിയാണെന്ന് തോന്നിയിട്ട് ദുര്യോധനൻ ചെന്ന് ദ്രോണാചാര്യരോട് കാര്യം പറഞ്ഞു. തേജോമയനായ ദ്രോണാചാര്യർ അത് കേട്ടിട്ട് പോരാട്ടത്തിന് സജ്ജനായി. കാരണം ദ്രോണാചാര്യരോളം ജ്ഞാനി ഒരുപക്ഷെ കൗരവപക്ഷത്തിൽ ഇനി ഒരാളുണ്ടാവത്തില്ല. കൗരവപക്ഷമെന്നല്ല, ആ ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൃഷ്ണൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജ്ഞാനിയായിട്ടുള്ള ആൾ ദ്രോണാചാര്യർ തന്നെയായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളിൽ അറിവുണ്ട്. ജ്യോതിഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അറിവുണ്ട്. അപ്പം അത്രയും ജ്ഞാനിയായിട്ടുള്ള, വേദങ്ങളറിയാവുന്ന, ആയുധങ്ങളറിയാവുന്ന, തൻ്റെ ശിഷ്യന്മാരെയും അതുപോലെ മറ്റ് യോദ്ധാക്കളെയും നല്ലതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന ദ്രോണാചാര്യരെ കൗരവപക്ഷത്തിൻ്റെ സർവ്വ സൈന്യാധിപനായി അഭിഷേകം ചെയ്യാനൊരുങ്ങി. വിധിപ്രകാരം കാര്യങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹത്തിന് തിലകം ചാർത്തി അദ്ദേഹത്തിന് രഥത്തിലേക്ക് കയറ്റി. കൗരവപക്ഷമെല്ലാവരും, കൗരവപക്ഷത്തിലുള്ള എല്ലാ മഹായോദ്ധാക്കളും രാജാക്കന്മാരും അവരവരുടെ രഥത്തിൽ കയറി സജ്ജനായി നിന്നപ്പോൾ കൗരവപക്ഷത്തിലേക്ക് ഒരു യോദ്ധാവ് നടന്നു നീങ്ങുകയാണ്. എല്ലാ രാജാക്കന്മാരും എല്ലാ യോദ്ധാക്കളും ആ ഒരു നടന്നു വരുന്ന മഹായോദ്ധാവിനെ നോക്കി. അദ്ദേഹം നടന്നു വരുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്കെല്ലാവർക്കും എന്തെന്നില്ലാത്തൊരു ധൈര്യവും കോൺഫിഡൻസും വന്നു. ആ യോദ്ധാവ് കിരീടം ധരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും കാറ്റത്ത് ആ മുടി ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. ശക്തമായ ഉരുക്ക് പേശികളിൽ കാപ്പുകളെല്ലാം ധരിച്ച്, കയ്യിൽ ഉടുമ്പിൻ്റെ കയ്യുറയെല്ലാം ധരിച്ച്, വലത്തെ കയ്യിൽ ശക്തമായൊരു വില്ല്, അലങ്കരിച്ചിരിക്കുന്ന ശക്തമായൊരു വില്ലുമേന്തിക്കൊണ്ട് ആ യോദ്ധാവ് തൻ്റെ രഥത്തിൻ്റെ അടുത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് കൗരവപക്ഷത്തിലെ യോദ്ധാക്കൾ എല്ലാവരും പരസ്പരം പറഞ്ഞു, വൈഗർത്തനൻ കർണൻ. കർണനുള്ളപ്പോൾ നമ്മൾ എന്തിനു പേടിക്കണം? കർണനുള്ളപ്പോൾ നമ്മൾ ആരെയും ഭയക്കണ്ട. കർണൻ ശക്തനാണ്, ദേവന്മാരുമായിട്ട് വരെ പോരാടാനുള്ള ശക്തി കർണനുണ്ട് എന്നെല്ലാം കൗരവപക്ഷത്തിലെ യോദ്ധാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ യോദ്ധാവ് സ്വർണ്ണ ആനച്ചങ്ങല ധ്വജമടയാളമുള്ള തൻ്റെ ആ ഒരു രഥത്തിലേക്ക് നടന്നു കയറാനൊരുങ്ങിയപ്പോൾ എല്ലാവരും കോൺഫിഡൻസോടുകൂടി, ആ മുഖത്തൊരു ധൈര്യത്തോടുകൂടി, പുഞ്ചിരിയോടുകൂടി ദിവ്യനായിട്ടുള്ള ആ ഒരു യോദ്ധാവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. സൂര്യപുത്രനായ ആ യോദ്ധാവ് രഥത്തിലേക്ക് കയറുന്നതിന് മുൻപ് തൻ്റെ വലത്തെ കൈയിലെ വില്ല് ഇടത്തെ കൈയിലേക്ക് മാറ്റുന്ന ആ സമയത്ത് ആ യോദ്ധാവിൻ്റെ സാരഥി എണീച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഈ വില്ല് മാറ്റി ഇടത്തെ കൈയിലേക്ക് പിടിക്കുന്നതിനനുസരിച്ച് ആ യോദ്ധാവിൻ്റെ വലത്തെ കണ്ണിങ്ങനെ തെളിഞ്ഞു വരുന്നതാണ്. ആ കണ്ണിൽ സൂര്യൻ്റെ തേജസ്സായിരുന്നു. ബഹുമാനത്തോടുകൂടി ആ സാരഥി ആ യോദ്ധാവിനെ തൊഴുതു. മറ്റുള്ള യോദ്ധാക്കളും ആ യോദ്ധാവിനെ ജയ് വിളിച്ചു. എന്നിട്ട് ആ യോദ്ധാവ് തൻ്റെ രഥത്തിൽ കയറി നിലയുറപ്പിച്ചതിന് ശേഷം ഇടത്തെ കൈയിൽ പിടിച്ചേക്കുന്ന തൻ്റെ ശക്തമായ വില്ല്, ആ വില്ല് ഉയർത്തിപ്പിടിച്ചിട്ട് ആ വില്ലിനൊരു ഞാണൊലി കേൾപ്പിച്ചു. ഈ സമയത്ത് ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് ആകാശത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നത് പോലെ ഒരു ഞാണൊലിയും കൂടെ കേട്ടു. അർജുനൻ്റെ ഗാന്ധീവമായിരുന്നു അത്. കർണനും അർജുനനും നേരിട്ട് കാണുന്നതിന് മുൻപ് തന്നെ പരസ്പരം പോരാടാൻ സജ്ജമായിരിക്കുന്നു. അർജുനൻ്റെ രഥത്തിൽ മുന്നിലായിട്ട് സാരഥിയായിട്ട് ഒരാളിരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ഇതെല്ലാം ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അർജുനൻ തൻ്റെ വില്ലിലിങ്ങനെ മുറുക്കെ പിടിക്കുന്ന ശബ്ദം കൃഷ്ണന് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. പൊൻചട്ടയണിഞ്ഞ് പീതാംബരമെടുത്ത് തലയിൽ സൂര്യസ്പർദ്ധ കിരീടം ധരിച്ച് മയിൽപ്പീലി ധരിച്ചിരിക്കുന്ന ചുരുൾ മുടികളുള്ള ആ നീല തേജസ് പോലെ ഇരിക്കുന്ന ഊർധകുണ്ഠമണിഞ്ഞിരിക്കുന്ന മാധവൻ, ഗോവിന്ദൻ, വാസുദേവൻ, ശ്രീകൃഷ്ണൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നു. അദ്ദേഹം പതുക്കെ പാണ്ഡവപക്ഷത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് നോക്കി. അവിടെ വെള്ളിസിംഹം കൊടിയടയാളമായിട്ടുള്ള ഭീമനെ അദ്ദേഹം കണ്ടു. ഭീമൻ്റെ മുഖം അദ്ദേഹം ശ്രദ്ധിച്ചു. യുധിഷ്ഠിരനെയും നകുല സഹദേവന്മാരെയും നോക്കി. അങ്ങനെ പാണ്ഡവപക്ഷത്തിലുള്ള എല്ലാ യോദ്ധാക്കളെയും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഗാന്ധീവം വീണ്ടും അർജുനനിങ്ങനെ മുറുക്കുന്ന ശബ്ദം, ദേഷ്യത്തിൽ മുറുക്കുന്ന ശബ്ദം കൃഷ്ണനെ കേൾക്കാൻ കഴിഞ്ഞു. കൃഷ്ണൻ അത് വീണ്ടും ശ്രദ്ധിച്ചു. എന്നിട്ട് കൃഷ്ണൻ എല്ലാം നോക്കി. ഇപ്പോൾ നിങ്ങളെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായി ഒന്ന് മനസ്സിൽ കാണുക. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴ് ഡയലോഗുണ്ട്. ആ ഡയലോഗ് തന്നെയാണ് ആ ചിരിയുടെ അർത്ഥം. വേണമെങ്കിൽ ആ ഡയലോഗ് വാസുദേവൻ ശ്രീകൃഷ്ണൻ നിങ്ങളോട് പറയുന്നതായി നിങ്ങൾ സങ്കല്പിച്ചു കൊള്ളുക. ആ നോട്ടത്തിന് ഒരൊറ്റ അർത്ഥമേ ഉണ്ടായിരുന്നുള്ളൂ, സിറപ്പാന തരമാന സംഭവങ്ങൾ ഇനിമേ താപ്പാക്ക പോറേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിലെ പോരാട്ടങ്ങൾ തൊട്ട് നല്ല ഇട്ടിപ്പെട്ട് പോരാട്ടങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ